പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി 50% വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും 2000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തികൾ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. പല്ലാരിമംഗലം വായനശാലയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. പല്ലാരിമംഗലം ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. പഞ്ചായത്ത് 9-ാം വാർഡ് അൽദ്രാസ് നഗറിൽ പഞ്ചായത്ത് അംഗം നസിയ ഷമീർ ഉദ്ഘാടനം ചെയ്തു. തോട്ടത്തില് ചിരട്ട കമത്തി വെച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിറച്ചും കൊതുകാണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഡെങ്കിപ്പനി പോലുള്ള മാരകമായ രോഗങ്ങൾ പകർച്ചവ്യാധിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വായനശാലയുടെ നേതൃത്വത്തിൽ 75 വിവിധ പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത ക്ലബിനെ ഞാൻ പ്രത്യേകപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ദേശീയ വായനശാല പ്രസിഡന്റ് K. യൂസഫ് അധ്യക്ഷനായി. കാലത്തിന് മുമ്പായി 18-19 തീയതികൾ സംസ്ഥാന സർക്കാർ കേരളമാകെ ശുചീകരണ പദ്ധതിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ന് പല്ലാരിമംഗലം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഡെങ്കിപ്പനി നിവാരണത്തിനെതിരെ നമ്മൾ കൊതുക് വളർത്തൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ തോട്ടത്തിലെ റബ്ബർ ചിരട്ടകൾ മുഴുവൻ കമത്തി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സെക്രട്ടറി MM ബഷീർ, ആശാവർക്കർ MK ഷെയ്നി, കരീം മുകളേൽ, ശശിധരൻ പിള്ള, നൂറുദ്ദീൻ തെക്കേക്കര, നദീർ മുകളേൽ എന്നിവർ സംസാരിച്ചു. കൊതുക് നശീകരണത്തിനായി പ്രദേശത്തെ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമഴ്ത്തിയും വീട്ടുവളപ്പിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിലെ കൊതുകുകളെ നശിപ്പിക്കുകയും ചെയ്തു. വീട്ടുവളപ്പുകളിലെ കിണറുകൾ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും തുടങ്ങി. തുടർന്ന് മറ്റു വാർഡുകളിലേക്കും മഴക്കാലപൂർവ്വ ശുചീകരണം വരും ദിവസങ്ങളിൽ നടക്കുമെന്നും വായനശാല ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.